പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് പോകുന്നതിന് മുൻപ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനം ഒന്ന് ധ്യാനിക്കണം. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയിരുന്നു, സുഖപ്പെടുത്തിയിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരണം. ഈ ഒരു ധ്യാനത്തോടുകൂടെ അവിടെ രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടുന്ന നേരത്ത് വചനം പറയുന്നുണ്ട്, യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളൊന്ന് അവനെ തൊടാൻ വേണ്ടി തിക്കിത്തിരക്കിയിരുന്നു. കാരണം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ, ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ്. ആ ഒരു ശക്തി ഇങ്ങനെ നിരന്തരം കർത്താവിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായി ഇങ്ങനെ അന്ന് കർത്താവ് ഇങ്ങനെ മനുഷ്യാവതാരം ചെയ്ത നിമിഷത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന നേരത്ത് അവനെ തൊട്ടവരും അവനിൽ വിശ്വസിച്ചവരുമായ മനുഷ്യരിലേക്ക് ഇങ്ങനെ പ്രസരിച്ച അതേ ശക്തി ഇന്ന് ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് പ്രസരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സൗഖ്യപ്പെടാത്തത്? ഇന്നത്തെ സുവിശേഷം ഈ മനസ്സ് തകർന്ന് മരിക്കാറായി കിടക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു അപ്പാപ്പനെ കാണിച്ചു തരും. ജൈറൂസ് എന്ന് പേര്, തൻ്റെ കൊച്ചുമകള് മരിക്കാറായി കിടക്കുന്നു എന്ന് പറഞ്ഞ അയാൾ വരണേ. ആലോചിച്ച് നോക്കിയേ, വീട്ടിൽ ഇങ്ങനെ കുഞ്ഞുമകൾ, നമ്മളെ ഇത്തിരി പ്രായമുള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ സഹിച്ചെന്ന് വരും. പക്ഷേ അപ്പോൾ പോലും നമ്മുടെ ഉള്ളിങ്ങനെ വല്ലാതെ വേദനിക്കുകയാണ് മരിക്കാറായി കിടക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഒരു കുഞ്ഞ് മരിക്കുന്നത് കാണാനാവാതെ അയാൾ ഓടി വന്നിരിക്കുക കർത്താവിൻ്റെ അടുത്ത്. ഈശോയെ, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കണം. ഈശോ പിന്നെ വേറെ ഒന്നും നോക്കണില്ല. അയാളുടെ കൂടെ പുറപ്പെടുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും റെക്കമെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഈശോയുടെ കൂടെ ഉണ്ട്, അയാളുടെ കൂടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പോകുന്ന നേരത്താണ് ഇവിടെ ഒരാൾ അതേ ആഴത്തിലുള്ള വിശ്വാസത്തോടെ, ജൈറൂസിൻ്റെ അതേ ആഴത്തിലുള്ള, ചിലപ്പോൾ അതിലും കൂടുതലായിട്ടുള്ള വിശ്വാസത്തോടെ ഈശോയുടെ വസ്ത്രത്തിൽ ഇങ്ങനെ തൊടണേ. ഈ പറഞ്ഞ സ്ത്രീക്ക് പ്രാർത്ഥന പറയാനോ വന്ന് സംസാരിക്കാനോ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടാൽ സുഖപ്പെടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. തൊടുന്നതോടുകൂടെ അവിടെ സംഭവിക്കുന്ന കാര്യം, ജായിറൂസിൻ്റെ കൊച്ചുമകളെ സുഖപ്പെടുത്തുന്നതിന് മുൻപ് ഈശോ ഈ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ആരും ഇല്ലാത്ത ഒരാൾക്ക് ഈശോ അപ്പനായിട്ട് മാറുന്നുണ്ട്. സ്വന്തം മകളെ സുഖപ്പെടുത്തിയിട്ട് കർത്താവ് പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവിടെ ചെന്നിട്ട് മരിച്ചു കിടക്കുന്ന, അവൾ മരിച്ചു എന്ന് എല്ലാവരും ഉറപ്പിച്ചു. അവർ പറയുന്നുണ്ട് അവൾ മരിച്ചുപോയി. എന്നിട്ടും കർത്താവ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിനെ തലീത്താക്കും എന്ന് പറഞ്ഞുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് ജീവനിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കാണും. വചനം നമ്മളോട് പറയണത് കർത്താവ് സർവശക്തനാണെന്നുള്ളത്. അവനിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക് അവൻ വലിയ അഭയമാണെന്നുള്ളത്. അവനിലേക്ക് പ്രത്യാശയോടുകൂടെ നോക്കുന്നവരെ ഇങ്ങനെ രക്ഷ പ്രാപിക്കുന്നൊക്കെ വചനം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രത്തിൽ തൊടുന്നവർ സുഖപ്പെടാതിരിക്കുന്നത് എങ്ങനെ? അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും ഒരാളെ എന്നല്ല എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ ഈശോയെ തൊട്ട് മുട്ടി ഒരുപാട് പേര് നടന്നിട്ടും അവർക്കൊന്നും കിട്ടാത്ത സൗഖ്യം രക്തസ്രാവക്കാരി സ്ത്രീക്ക് കിട്ടിയതിൻ്റെ കാരണം കർത്താവ് തന്നെ കോംപ്ലിമെൻ്റായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന, സമാധാനത്തിൽ പൊക്കും. ഈ വിശ്വാസക്കുറവൊന്നുകൊണ്ട് മാത്രമാണ് നമ്മളിലേക്ക് സ്വർഗത്തിൻ്റെ സൗഖ്യം വന്നിറങ്ങാത്തത്. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണെന്ന് അരുൾ ചെയ്യുന്ന തമ്പുരാൻ്റെ വാഗ്ദാനം നമ്മളിൽ നിറവേറാത്തത്. രോഗാവസ്ഥകളിലൂടെയും അതിൻ്റെ വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ മരുന്നുകളേക്കാൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈശോയുടെ വചനങ്ങളിൽ ആശ്രയിക്കാൻ പറ്റാത്തത്? വചനം പറയുന്നുണ്ട്, മരുന്നോ ലേപനൌഷധമോ അല്ല, അവിടുത്തെ വചനമാണ് സൗഖ്യപ്പെടുത്തുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഡോക്ടർമാരേക്കാൾ കൂടുതൽ ഈശോയിൽ ഇങ്ങനെ ആശ്രയം അർപ്പിക്കാൻ പറ്റാത്തത്? ഇന്ന ഡോക്ടർ നോക്കിയാൽ ശരിയാവും എന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു 100 ഇരട്ടി, 1000 ഇരട്ടി എൻ്റെ തമ്പുരാനിൽ എനിക്ക് വിശ്വാസം വേണ്ടതല്ലേ ശരിക്കും? ഈ കർത്താവെ, അങ്ങയെ ഒന്ന് തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ചവൾ എത്ര പെട്ടെന്നാണ്
കാലങ്ങളായിട്ടുള്ള രക്തസ്രാവത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചതെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവെ, അങ്ങിലൊരു അപ്പാപ്പൻ ആശ്രയം വയ്ക്കുമ്പോൾ സ്വന്തം കുഞ്ഞുമകൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വരുന്നത് കാണാനുള്ള ഭാഗ്യം അയാൾക്ക് ലഭിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നില്ലല്ലോ. തമ്പുരാനിൽ വിശ്വസിക്കുക. വയ്യാതെ കിടക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് സമർപ്പിക്കുക. മരിച്ചെന്ന് പറഞ്ഞിട്ട് പോലും കൈപിടിച്ച് ജീവനിലേക്ക് ആ കുഞ്ഞിനെ തിരികെ ഉയർപ്പിച്ച കർത്താവിൽ വിശ്വസിച്ച് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, രോഗാവസ്ഥകൾ ഭയപ്പെടാതെയും ആകുലപ്പെടാതെയും ഉത്കണ്ഠാകുലരാകാതെയും അവനിലേക്കൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് സൗഖ്യം പ്രാപിക്കാനായിട്ട് നോക്കുക. മരുന്ന് വാങ്ങിക്കാൻ പോകണ്ടെന്നോ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിനും അപ്പുറത്തായിട്ട് ചില ഡോക്ടർമാർ പറയണത് കേട്ടിട്ടില്ലേ, ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടായിരിക്കും? ഇതിനും അപ്പുറത്ത്, ഈ മരുന്നുകൾക്കും അപ്പുറത്ത്, ഈ ഡോക്ടർമാരുടെ പരിചരണത്തിനും അപ്പുറത്ത് ഈ സൗഖ്യം കൊടുക്കുന്നത് കർത്താവാണ്. അത് ഒന്ന് വിശ്വസിക്കണം, മനസ്സിലാക്കണം, ബോധ്യപ്പെടണം, അവനിലേക്ക് ചേർന്ന് നിൽക്കണം. നമ്മുടെ ചുറ്റുമുള്ള ഇതിനകത്ത് പറയണത് അതാണ്. അവർ രോഗികളായവരെ എല്ലാവരെയും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവരെ എല്ലാവരെയും അവൻ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവിങ്കിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. രോഗാവസ്ഥയിൽ കഴിയുന്നവരെ, അതിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്നവരെ, രോഗങ്ങളാൽ വലയുകയും ആകുലപ്പെടുകയും ചെയ്യുന്ന നമ്മളെ ഓരോരുത്തരെയും ഈശോയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് അവിടുത്തെ സൗഖ്യ സ്പർശനത്തെ, അവിടുത്തെ ആശീർവാദമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ രോഗകാലങ്ങളിലും സങ്കീർത്തകൻ്റെ ഈ നിലവിളിയോടുകൂടിയുള്ള പ്രാർത്ഥന നമ്മൾക്ക് ബലം തരും, പ്രതീക്ഷ നൽകും. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യത്തിലേക്ക് എത്തിക്കും. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, ഞാൻ രോഗിയായിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, ഞാൻ രോഗിയായിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സൗഖ്യപ്പെടുത്തണമേ. ആത്മാർത്ഥമായി കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് രോഗികളായിട്ടുള്ള ഓരോരുത്തരെയും സമർപ്പിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും തന്നെ രോഗാവസ്ഥകൾ സമർപ്പിച്ച് ഇതൊന്ന് ആവർത്തിച്ച് നോക്ക്. വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. തമ്പുരാൻ സൗഖ്യപ്പെടുത്തട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത